प्यारे बच्चे नमस्ते। सभी अपने अपने घर में सुरक्षित है ना? ओके। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോൾനെ വാലി ഗുഫ എന്ന് പറയുന്ന ഒരു കഥയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഉസ് കഹാനി കാ കേന്ദ്ര കഥാപാത്ര കോൻ തേ? കേന്ദ്ര കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? ഏക്ക് ഷേർ ഔർ ചാലാക്കി സിയാർ അല്ലേ? ഒരു ലയണും പിന്നെന്താണ് ഒരു ബുദ്ധി സമർത്ഥനായിട്ടുള്ള ഒരു സിയാർ ഫോക്സും ആയിരുന്നു അല്ലേ? ഓക്കെ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ്? ഒരു കഹാനിയാണ്. 6th ചാപ്റ്റർ का नाम ബുദ്ധിമാൻ മുർഗ. മുർഗ മീൻസ് കോക്ക്, മുർഗി ഹെൻ. ഓക്കെ. അപ്പോൾ ഒരു പൂവൻ കോഴിയെ കുറിച്ചിട്ടാണ് ബുദ്ധിമാൻ മുർഗ അല്ലേ? ഒരു സമർത്ഥനായിട്ടുള്ള ഒരു പൂവൻ കോഴിയുടെ ഒരു കഥയാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക, വായിക്കുന്ന ലെറ്റേഴ്സ് ശ്രദ്ധയോടെ നോക്കുക, മനസ്സിലാക്കുക കേട്ടോ. एक था जंगल में रहती थी एक चालाक लोमड़ी. वह हर किसी को मुर्गा बनाती और अपना काम निकाल लेती थी. एक दिन उस चालाक लोमड़ी ने एक मुर्गे को देखा. मुर्गा पेड़ की ऊंची डाल पर बैठा था. मुर्गे को देखकर लोमड़ी के मुंह में पानी आ गया. वह मुर्गा को खाना चाहती थी. उसने मीठे स्वर में मुर्गे से कहा, मुर्गा राजा, तुम पेट पर क्या कर रहे हो? पेट पर तो बंद रहते हैं, तुम्हें तो ज़मीन पर चलना चाहिए. जब तुम ज़मीन पर चलते हो तो बहुत सुंदर लगते हो. मुर्गे ने उत्तर दिया, लोमड़ी चाची, मुझे घूंघाट जानवरों से डर लगता है. कल शाम को मोटी बिल्ली मेरे पीछे पड़ गई थी. मैं उठकर पेट पर आ गया. तब से मैं इसी पेट पर बैठा हूँ. लोमड़ी ने कहा, मेरे प्यारे नटखट, अब डरने की कोई बात नहीं है. क्या तुम मालूम नहीं कि आज तड़के ही जंगल के सारे पशु पक्षियों में समझौता हो गया है. अब तो कोई किसी को तंग करेगा और न ही कोई किसी पर हमला करेगा, इसलिए तुम तुरंत नीचे उतर आओ. मुर्गे ने कहा, प्यारी चाची, यह तो बड़ा ही अच्छा समाचार है. इससे शुभ समाचार भला और क्या हो सकता है? मैं देख रहा हूँ कि जंगल के शिकारी कुत्ते इसी तरफ आ रहे हैं. शायद वे भी यही बात बताने आ रहे हैं. लोमड़ी यह सुनते ही डर गई और बोली, मित्र, मुझे क्षमा करना, मुझे एक ज़रूरी काम याद आ गया है. तुमसे फिर भेंट होंगी. मुर्गा बोला, अरे रुको चाची, ऐसी भी क्या जल्दी है? ज़रा शिकारी कुत्तों से 2 बातें कर लो. आखिर जानवरों में समझौता तो हो ही गया है. लोमड़ी वहाँ से भागी. भागते भागते वह बोली, उनसे फिर कभी मुलाकात करूँगी. और पता नहीं कुत्तों ने अभी तक यह समाचार सुना भी है या नहीं. उसे भागता देख मुर्गा मुस्कुराने लगा और अपने आप से बोला, बड़ी आई थी, मुझे मुर्ग बनाने भगा दिया ना. ഓക്കെ. എന്താ നോക്കൂ, ബുദ്ധിമാൻ മുർഗ അല്ലേ? ബുദ്ധി സമർത്ഥനായ പൂവൻകോഴിയുടെ ഒരു കഥയാണ് കേട്ടോ. കഹാനി മീൻസ് സ്റ്റോറി കേട്ടോ. അപ്പോൾ നിങ്ങൾ ടീച്ചർ വായിക്കുമ്പോൾ മീനിങ്സ് പറഞ്ഞു തരുമ്പോൾ അത് ഇവിടെ നമ്മൾ ഓരോ ലെറ്റേഴ്സിന് മുകളിലായിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. പെൻസിൽ കൊണ്ട് എഴുതി ചേർക്കുക. ഏക്ത ഒരിക്കൽ. ഏക്ത ജംഗൾ മീൻസ് ഫോറസ്റ്റ്. ഒരു കാടുണ്ടായിരുന്നു. ജംഗൾ മേ രേത്തി തീ, ആ കാട്ടിൽ താമസിച്ചിരുന്നു. ഏക്ക് ചാലാക്ക് ലോമടി. എന്താ ചാലാക്ക്? ക്ലവർ അല്ലേ? ഒരു സമർത്ഥനായ ലോമടി. ലോമടി മീൻസ് ചക്കൽ, കുറുനരി അല്ലേ? ഒരു കുറുനരി താമസിച്ചിരുന്നു. ഹർ കിസിക്കോ, വഹ് അവൻ, ഹർ കിസിക്കോ ആരെങ്കിലും ആയിട്ട് എന്ത് ചെയ്യും? മുർഗ് ബനാത്തി, എന്ത് ചെയ്യും? വിഡ്ഢികളാക്കും. ആരെങ്കിലും തൻ്റെ കണ്ണിൽ ആരെങ്കിലും കണ്ട അവരെന്ത് ചെയ്യും? താനാണ് വലിയ സൂത്രക്കാരൻ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെ മുർഗ മീൻസ് ഫൂളിഷ്, വിഡ്ഢികളാക്കാൻ നോക്കും. अपना काम നിക്കാലെത്തി അങ്ങനെ അവരെ വിഡ്ഢികളാക്കിയിട്ട് अपना काम തനിക്ക് എന്തെങ്കിലും അവരിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന കാര്യമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും अपना काम നിക്കാലെത്തി
ആ കാര്യം അവൻ സാധിച്ചെടുക്കും. ഏക് ദിൻ ഒരു ദിവസം ഉസ് ചാലാക്ക് ലോമഡി ആ സൂത്രക്കാരനായിട്ടുള്ള ലോമഡി ജക്കൽ അല്ലേ കുറുനരി എന്ത് ചെയ്തു ഏക്ക് മുർഗാക്കോ ദേക്ക എന്ത് ചെയ്തു ഒരു മുർഗ ഒരു പൂവൻ കോഴിയെ ദേക്ക കണ്ടു. മുർഗ പേഡ് കി ഊഞ്ചി ഡാൽ പർ ബൈഠാത്ത മുർഗ ആ കോക്ക് എന്ത് ചെയ്തു പേഡ് കി ഊഞ്ചി പേഡ് മീൻസ് ട്രീ മരത്തിൻ്റെ ഊഞ്ചി ഡാലി എന്താ ഊഞ്ച് മീൻസ് ഊഞ്ച് ഹൈ അല്ലേ ഊഞ്ചി ഡാൽ മീൻസ് ബ്രാഞ്ചസ് അല്ലേ ശിഖരം ഉയർന്ന ഒരു മരക്കമ്പിൽ പർ ബൈഠാത്ത ബൈഠന മീൻസ് സിറ്റിംഗ് ഇരിക്കുകയായിരുന്നു. മുർഗാക്കോ ദേഖ് കർ ലോമഡിക്ക് മുഖമേ പാനിയാകയ അല്ലേ നമ്മുടെ ഈ എന്താ പറയുക ലോമഡിയുടെ ഫേവറേറ്റ് ആണ് ആര് മുർഗ അല്ലേ മുർഗേക്കോ ദേഖ് കർ അങ്ങനെ ആ മുർഗേനെ കോക്കിനെ ദേഖ് കർ കണ്ടപ്പോൾ ലോമഡിക്ക് മുഖമേ ലോമഡിയുടെ മുഖ മീൻസ് മൗത്ത് അല്ലേ വായയിൽ എന്തുണ്ടായി പാനിയാകയ എന്ത് ചെയ്തു കൊതിയോടെ വെള്ളം വന്നു അല്ലേ വായിൽ വെള്ളം ഇങ്ങനെ നിറയാൻ തുടങ്ങി കൊതിയോട് കൂടിയിട്ട് കേട്ടോ. വ മുർഗേക്കോ ഖാന ചാത്തീത്തി വഹ് അവൻ ഉസ് ലോമഡി മുർഗേക്കോ അല്ലേ കോക്കിനെ ഗാന ചാത്തീത്തി കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത്രയോടെ കൊതിയോട് കൂടിയിട്ട് അതിനെ നോക്കി ഇങ്ങനെ അതിനെ എങ്ങനെയെങ്കിലും തൻ്റെ വശത്താക്കിയിട്ട് അതിനെ കൊന്നു തിന്നണം എന്നുള്ള ഒരു സൂത്രവിദ്യ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ നോക്കി നിന്നു. ഉസ്നെ മീട്ടെ സ്വർമേ മുർഗേസെ കഹ അങ്ങനെ ഉസ്നെ അവൻ മീട്ടെ സ്വർമേ അല്ലേ മീട്ടെ സ്വരം പറഞ്ഞാൽ നല്ല മധുരമുള്ള സ്വരം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നല്ല സുഖിപ്പിക്കുന്ന പൊങ്ങച്ചം പറഞ്ഞതിനെ വശത്താക്കാനുള്ള സ്വരം ആ ഒരു സ്വരത്താൽ മുർഗേസെ കഹ ആ കോഴിയോട് പറഞ്ഞു മുർഗാരാജ എന്താ മുർഗാരാജ മുർഗാരാജ കോഴി രാജാവേ എന്താണ് തും പേട് പർ ക്യാ കർ രഹേ ഹോ തും നിങ്ങൾ പേട് പർ മരത്തിൽ ക്യാ കർ രഹേ ഹോ അബ് തും ക്യാ കർ രഹേ ഹോ നീ എന്താണ് മരത്തിലിരുന്ന് ചെയ്യുന്നത്. പേട് पर तो बंदर रहते हैं पेड़ पर तो ആ മരത്തിൽ ബന്ദർ रहते हैं ബന്ദർ മീൻസ് മങ്കി അല്ലേ കുരങ്ങന്മാരില്ലേ കുരങ്ങന്മാർ താമസിക്കുന്നുണ്ട്. തുമേം തോ ജമീൻ പർ ചലനാ ചാഹിയെ തുമേം തോ നിനക്ക് ജമീൻ മീൻസ് ലാൻഡ് നിലത്ത് പർ ചലനാ ചാഹിയെ നിലത്ത് ഇവിടെ നിലത്തിൽ നടന്നൂടെ അതായത് നീ എന്താണ് ഈ ഭൂമിയിലൂടെ നിനക്ക് നടന്നൂടെ കാട്ടിൽ താഴത്ത് നിനക്ക് നടന്നു വന്നൂടെ. ജബ് തും ജമീൻ പർ ചലത്തെ ഹോ തോ ബഹുത് സുന്ദർ ലഗ്തേ ഹോ ജബ് തും നീ ജമീൻ പർ ചലത്തെ ഹോ ഈ നിലത്ത് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ബഹുത് സുന്ദർ ലഗ്തേ ഹോ വളരെ ഭംഗിയുള്ളതായിരിക്കും നിന്നെ കാണാൻ. നീ ഇതിലൂടെയൊക്കെ നിനക്ക് നടന്നൂടെ എന്തിനാ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കുന്നത് അതിന് മുകളിൽ ബന്ദറുണ്ട് അല്ലേ കുരങ്ങന്മാരുണ്ട് അവർ നിന്നെ എന്തെങ്കിലും ഉപദ്രവിക്കും എന്ന് പറഞ്ഞു. മുർഗേനെ ഉത്തർ ദിയ ഇത് കേട്ടപ്പോൾ നമ്മുടെ മുർഗെ അല്ലേ നമ്മുടെ കോക്ക് എന്ത് ചെയ്തു ഉത്തർ ദിയ ആൻസർ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്ത് ലോമഡി ചാച്ചി എന്താ ചാച്ചി എന്ന് പറഞ്ഞാൽ പെറ്റേണൽ ആൻറ്റ് അല്ലേ എന്താ പെറ്റേണൽ ആൻറ്റ് അച്ഛൻ്റെ സഹോദര പത്നിയാണ് അല്ലേ അച്ഛൻ്റെ സഹോദരൻ്റെ പത്നി അത് ആൻറ്റിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മുർഗേനെ ഉത്തർ ദിയ ലോമഡി ചാച്ചി അല്ല ആൻറ്റി അല്ല ആൻറ്റി തന്നെയാണ് ഇപ്പം ഇളയമ്മ എന്നൊക്കെ പറയും അത് കേട്ടോ ചാച്ചി. മുർഗേനെ ഉത്തർ ദിയ ലോമഡി ചാച്ചി മുझे ഗുംഗാർ ജാൻവരോം സെ ഡർ ലഗ്താ ഹേ എന്താ ഗുംഗാർ ഡേഞ്ചറസ് അല്ലേ മുझे ഗുംഗാർ ജാൻവർ അപ്പോൾ ഡേഞ്ചറസ് അനിമൽസ് ജാൻവർ മീൻസ് അനിമൽസ് ജാൻവരം പറഞ്ഞാൽ അനിമൽസ് അപ്പോൾ മുझे ഗുംഗാർ ജാൻവരോം സെ ഡർ ലഗ്താ ഹേ എന്താ മറുപടി വരുന്നത് എനിക്ക് ഡേഞ്ചറസ് അനിമൽസിനൊക്കെ വളരെയധികം ഡർ ലഗ്തേ ഹേ ഡർന മീൻസ് ഫിയർ പേടിയാണ് എനിക്ക്. കൽ ശാംകോ കൽ എന്ന് പറഞ്ഞാൽ 2 മീനിങ്സ് ഉണ്ട് 2 മീനിങ്സ് ഉണ്ട് ഒന്ന് ടുമോറോ എന്ന് അർത്ഥമുണ്ട് എസ്റ്റർഡേ എന്ന് അർത്ഥമുണ്ട് നാളെ എന്ന് അർത്ഥമുണ്ട് ഇന്നലെ എന്ന് അർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ കൽ ശാംകോ ഇന്നലെ ശ്യാം മീൻസ് ഈവനിങ് ഇന്നലെ വൈകുന്നേരം മോട്ടി ബില്ലി എന്താ മോട്ട മീൻസ് ഫാറ്റ് തടിച്ച ബില്ലി എന്താ ബില്ലി ക്യാറ്റ് കേട്ടോ
അപ്പോൾ മോട്ടി ബില്ലി പറഞ്ഞാൽ തടിച്ച ഒരു പൂച്ച മേരെ പീച്ചെ എൻ്റെ പിന്നാലെ പഡ്ഗെയ്ത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കറുത്ത പൂച്ച, തടിച്ച പൂച്ച എന്നെ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മേ ഉഡ്കർ, അപ്പം ഞാൻ എന്ത് ചെയ്തു? ഉഡ്കർ, ഞാൻ പറന്നിട്ട് പേട് പർ ആ ഗയ, ഇവിടെ വന്നതാണ് മരത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ആ മോട്ടി ബില്ലി സെ ബച്ചനെ കെ ലിയെ മേംനെ ഈസ് പേട് പർ ബൈഠാ ഹെ അല്ലേ. അതായത് ആ പൂച്ചയുടെ, തടിച്ച പൂച്ചയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പറന്നു പോകുന്നത്, ഈ മരത്തിൻ്റെ മുകളിൽ പറന്നു വന്നിരിക്കുന്നത്. തബ് സെ മേം ഇസി പേട് പർ ബൈഠാ ഹും, തബ് സെ അതുകൊണ്ടാണ്, അപ്പോൾ മുതലാണ് മേം ഈസ് പേട് പർ ബൈഠാ ഹും, ഞാൻ ഈ മരത്തിൽ ഇരിക്കുന്നത്. ലോമഡീനെ കഹ, ഇത് കേട്ടപ്പോൾ ലോമഡി അല്ലേ, ഈ കുറുനരി എന്താ പറഞ്ഞത്? മേരെ പ്യാരെ നട്ട്കട്ട്, അല്ലയോ എൻ്റെ പ്യാരെ അല്ലേ, പ്രിയപ്പെട്ട നട്ട്കട്ട്. നട്ട്കട്ട് മീൻസ് നോട്ടി അല്ലേ, കുസൃതിക്കാര. അബ് ഡർനേക്ക് കോയി ബാത് നഹി ഹെ, അബ് ഇപ്പോൾ ഡർനേക്ക് പേടിക്കേണ്ട, കോയി ബാത് നഹി ഹെ യാതൊരു കാര്യവുമില്ല, ആരെയും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ക്യാ തും മാലും നഹീം, എന്താ നിനക്ക്? മാലും മീൻസ് നോ, അറിയുക. ക്യാ തും മാലും നഹി എന്ന് പറഞ്ഞാൽ ഡോണ്ട് നോ അല്ലേ, മാലും നഹി പറഞ്ഞാൽ ഡോണ്ട് നോ, അറിയില്ല. ക്യാ തും മാലും നഹി, എന്താ നിനക്ക് അറിയില്ലേ? ആജ് ഇന്ന്, തഡ്കെ ഹി ജംഗൽ കെ സാരെ പശുപക്ഷിയോമേ, ആജ് തഡ്കെ ഹി ഇന്ന് നേരത്തെ തന്നെ, ജംഗൽക്ക് ഈ കാട്ടിലെ, സാരെ പശുപക്ഷിയോമേ എല്ലാ പശുപക്ഷി, പശു മീൻസ് ആനിമൽസ്, ആനിമൽസ് എല്ലാ മൃഗങ്ങളും, പക്ഷിയോമേ അല്ലേ പക്ഷികളൊക്കെ, സമജൗത്ത ഹോ ഗയാ ഹേ തമ്മിൽ എന്തുണ്ട്? ഒരു സമജൗത്ത, സമജൗത്ത മീൻസ് അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും, അതുപോലെ പശുപക്ഷിയും പറഞ്ഞാൽ എല്ലാ ആനിമൽസും ബേർഡ്സും അല്ലെ പക്ഷികളും മൃഗങ്ങളൊക്കെ തമ്മിൽ എന്തുണ്ടായിട്ടുണ്ട്? ഒരു സമജൗത്ത. സമജൗത്ത മീൻസ് ഒരു അഗ്രിമെൻ്റ് ഹോ ഗയാ ഹേ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് അഗ്രിമെൻ്റ്? അബുത്തോ കോയി കിസിക്കോ തങ്ക് കരേഗ, അബുത്തോ ഇതുവരെ, അബുത്തോ കിസിക്കോ തങ്ക് കരേഗ ഔർ നഹി കോയി കിസി പർ ഹംല കരേഗ, എന്താണ്? ഇന്ന് മുതൽ എന്ത് ചെയ്യരുത്? മറ്റുള്ള മൃഗങ്ങളെയും പക്ഷികളെയും തമ്മിൽ എന്ത് ചെയ്യില്ല? ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു അഗ്രിമെൻ്റ് അവർ എല്ലാവരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്ലിയെ ഇതുകൊണ്ടാണ്, തും തുരന്ത് നീ പെട്ടെന്ന്, നീച്ചെ ഉത്തറാവൂ, എന്താ നീച്ചെ ഉത്തറാവൂ? നീ പെട്ടെന്ന്, പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷികളും മൃഗങ്ങളും പരസ്പരം ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. തബുത്തു ഇസ്ലിയെ അതുകൊണ്ട്, തും തുരന്ത് നീച്ചെ ഉത്തറാവൂ നീ പെട്ടെന്ന് താഴെ വാ. മുർഗനെ കഹ, ഇത് കേട്ടപ്പോൾ നമ്മുടെ മുർഗ അല്ലേ, കോക്ക് പറഞ്ഞു, പ്യാരി ചാച്ചി യേ തോ ബഡാ ഹി അച്ഛ സമാചാർ ഹേ, പ്യാരി ചാച്ചി അല്ലയോ ആൻറ്റി, യേ തോ ഇത്, ബഡാ ഹി അച്ഛ സമാചാർ ഹേ, സമാചാർ മീൻസ് ന്യൂസ്, ഇത് വളരെ വലിയ ഒരു ന്യൂസാണ്. ഇസ്സേ ശുഭ സമാചാർ ബല, ഇസ്സേ ഇതുകൊണ്ട്, ശുഭ സമാചാർ ബല ഈ നല്ല, ശുഭ പറഞ്ഞാൽ ശുഭ സമാചാർ നല്ല, ബലാഹേ നല്ല ന്യൂസൊക്കെ വളരെ നല്ലതാണ്, ഗുഡ്. ക്യാ ഹോ സക്താ ഹേ എന്ത് ചെയ്യാനാണ്? മേ ദേഖ് രഹാ ഹും, പക്ഷേ എനിക്ക് വരണമെന്നുണ്ട്, പക്ഷെ ഞാനിപ്പോൾ കാണുന്ന എന്താണ്? മേ ദേഖ് രഹാ ഹും ഞാനിപ്പോൾ ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് കാണുകയാണ്. അക്കി അതായത് ജംഗൽ കെ ചിക്കാരി കുത്തേ, ഈ കാട്ടിലെ ചിക്കാരി കുത്തേ, എന്താ ചിക്കാരി കുത്തേ? വേട്ടയാടുന്ന കുത്തേ, ഡോഗ്സ്, വേട്ട നായ്ക്കൾ. ഇസി തരഫ് ഇപ്രകാരം, ആരഹേ ഇങ്ങോട്ട്, ആരഹേ വരുന്നുണ്ട്. ഷായത് ഒരുപക്ഷെ, വേബി അവയും, യഹി ബാത്ത് ബത്താനെ ആരഹേ അവരും ഈ കാര്യം, യഹി ബാത്ത് ഈ കാര്യം, നിങ്ങൾ പറഞ്ഞ കാര്യം, അതായത് ഈ കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആരും ഉപദ്രവിക്കുന്നുള്ള എഗ്രിമെൻ്റ്. അപ്പോൾ ആ ഒരു കാര്യം, ഈ ന്യൂസ് അറിഞ്ഞിട്ട് ബത്താനെ ആരഹേ അത് പറയാൻ വേണ്ടി വരികയായിരിക്കും അവർ. ഈ ലോമഡി യേ സുൻത്തെ ഹി ഡർ ഗയി, ലോമഡി യേ സുൻത്തെ സമയ് നമ്മുടെ മുർഗ പറഞ്ഞ ഈ കാര്യം ലോമഡി കേട്ടപ്പോൾ ലോമഡി എന്ത് ചെയ്തു? ഡർഗയി പേടിച്ചു. ഔർ ബോലി എന്നിട്ട് പറഞ്ഞു, മിത്ര ഫ്രണ്ട് സുഹൃത്തെ, മുജെ ക്ഷമാ കർണ എന്നോട് ക്ഷമിച്ചാലും, മുജെ ഏക്ക് ജരൂരി കാം യാദാകയാ ഹേ മുജെ എനിക്ക് ഏക്ക് ജരൂരി കാം ഒരു അത്യാവശ്യ കാര്യം യാദാകയാ ഹേ ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ഒരു അത്യാവശ്യ കാര്യം എനിക്ക് ചെയ്യാനുണ്ട്. തുംസെ ഫിർ ബേണ്ട് ഹോങ്കി, തുംസെ നിന്നെ, ഫിർ ബേണ്ട് ഹോങ്കി നിന്നെ പിന്നെ ഞാൻ വന്ന് കണ്ടോളാം. മുർഗ പോല, അപ്പോൾ മുർഗ പറയാണ്,
അരേ രുക്കോ ചാച്ചി, ഒന്ന് നിൽക്കൂ. ഐസി ബി ക്യാ ജൽദി ഹേ, എന്തിനാണ് ഇത്ര തിടുക്കം. ജര ശിക്കാരി കുത്തോംസേ, ഇനി എന്ത് ചെയ്യൂ, ശിക്കാരി കുത്തോംസേ, ആ വേട്ട നായ്ക്കളോട്, വേട്ടപ്പട്ടികളോട് സോ സേ ദോ ബാത്തേം കരലോ, ഈ രണ്ട് കാര്യം ഒന്ന് പറയുമോ, ഈ കാര്യം അവരോടൊന്ന് പറഞ്ഞു കൊടുക്കൂ. ആഖിർ ജാൻവരോമേം, അവസാനം ജാൻവരോമേം എന്താണ്, ആ മൃഗങ്ങളിലെ സമജൗത്താത്തോ ഹോ ഹി ഗയാ ഹേ, അല്ലേ, മൃഗങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യം അവരോടും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ലോമഡി വഹാംസെ ബാഗി, ഇത് കേട്ടപ്പോൾ ലോമഡി എന്ത് ചെയ്തു, വഹാംസെ അവിടെ നിന്ന് ബാഗി ഓടി, ബാഗ്തേ ബാഗ്തേ ഓടി ഓടി, വ ബോലി അവൻ പറയുകയാണ്, ഓടുമ്പോൾ അവൻ പറയുകയാണ് എന്താണ്, ഉൻസെ ഫിർ കബി, ഉൻസെ അവരോട്, ആ വേട്ട പട്ടികളോട്, കബി മുലാഖാത്ത് കരുക, പിന്നീട് ഞാൻ എന്ത് ചെയ്യാം, അവരെ ഞാൻ മീറ്റ് ചെയ്തോളാം, കണ്ടോളാം. അവർ പത്താനഹീം, പിന്നെന്താണ് പത്താനഹീം, അറിയില്ല, കുത്തോനെ അബി തക്കിയ സമാചാർ സുനാബി ഹേ യാ നഹീം, ആ വേട്ട പട്ടികൾക്ക് ഈ വാർത്ത അവർ അറിഞ്ഞോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഉസേ ബാഗ്താദേക്ക്, അതായത് ഈ കുറുക്കന് പേടിയാണ്, ആരെയും ആക്രമിക്കും, കുറുക്കനെ ആക്രമിക്കും, ആര്, കുറുനരീനെ ഈ വേട്ടപ്പട്ടികൾ ആക്രമിക്കും. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിയിട്ട് അവൻ അവിടുന്ന് ഓടാൻ ശ്രമിക്കുകയാണ് അല്ലേ. അപ്പോൾ ഉസേ ബാഗ്താദേക്ക്, അവൻ ഓടുന്നത് കണ്ടിട്ട്, മുർഗ മുസ്കരാനെ ലഗ, നമ്മുടെ കോക്ക് ചിരിക്കാൻ തുടങ്ങി. മുസ്കരാന മീൻസ് സ്മൈലിങ്, പുഞ്ചിരിക്കാൻ തുടങ്ങി. ആ ഓർ എന്നിട്ട് അപ്പനെ ആപ്സെ ബോല, സ്വയം പറയുകയാണ്, കോഴി സ്വയം തന്നോട് തന്നെ പറയുന്നു, ബഡി ആയിത്തി മുജെ മുർഖ ബനാനെ ബഗാ ദിയാന, ബഡി ആയിത്തി, ഒരു വലിയവൻ വന്നിരിക്കുന്നു, മുജെ മുർഖ ബനാനാക്ക, എന്നെ ഫൂളിഷാക്കാനുള്ള എന്നെ വിഡ്ഢിയാക്കാനുള്ള വലിയ ഒരാൾ വന്നിരിക്കുന്നു. ബഗാ ദിയാന, ഒന്ന് പോയി, ബഗാ ദിയാന, അവനല്ലേ ഇപ്പോൾ ബഗാ ദിയാന ഓടിപ്പോയത്. അപ്പോൾ മുറുകയെ കൊന്നു തിന്നണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മുടെ കുറുനരി എന്ത് ചെയ്തത്, ലോമഡി എന്ത് ചെയ്തത്, സൂത്രത്തിൽ അതിനെ താഴേക്ക് വരുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനെതിരായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കോക്ക് മുർഗ എന്ത് ചെയ്തു, വേറൊരു സൂത്രം പ്രയോഗിച്ചു. കോൻ ആരഹേ ഹേ, ശിക്കാരി കുത്തോനെ ആരഹേ ഹേ. സുനത്തെ സമയ, ഇത് കേട്ട സമയത്ത് നമ്മുടെ ലോമഡി അപ്പനെ ജാൻ ബച്ചനേക്ക് ലിയെ ഭാഗ, അല്ലേ, തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഓടി, അല്ലേ. അപ്പോൾ ഈ പ്രസ്തുത കഹാനി കാ കേന്ദ്രപാത്ര കോൻ കോൻ തേ, ലോമഡി और ബുദ്ധിമാൻ മുർഗ, അല്ലേ. ലോമഡിക്ക് സ്വഭാവം കേസാത്ത, ലോമഡിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, ദൂസരോംകോ മുർഗ ബനാനേക്ക, അല്ലെ, മറ്റുള്ളവരെ വിഡ്ഢിയാക്കിയിട്ട് ഉൻകാ കാം നിക്കാലേനേക്ക, അല്ലെ, തൻ്റെ കാര്യം നേടിയെടുക്കുക, മറ്റുള്ളവരെ വിഡ്ഢിയാക്കിക്കൊണ്ട് പറ്റിച്ചുകൊണ്ട് തൻ്റെ കാര്യം നേടിയെടുക്കലായിരുന്നു, അല്ലേ. ഈ കോൺ സമജ് ഗയാ, ഈ ലോമഡിക്ക് ചാലാക്കി കോൺ സമജ് ഗയാ, ഈ ലോമഡിയുടെ ബുദ്ധി ആര് മനസ്സിലാക്കി, മുർഗ, ബുദ്ധിമാൻ മുർഗാനെ समझ किया, ले. ओके, आज लिए कहानी का प्रस्तुत भाग बार बार पढ़िए, कोई संदेह है तो मुझसे पूछिए. आज का कक्षा मैं यहाँ समाप्त करती हूँ. धन्यवाद.